ഹായ് വെൽക്കം ടു മാറ്റ്കം. മാറ്റ്കമിന്റെ മറ്റൊരു ലെക്ചർ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രിയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിനകത്ത് മോൾ കോൺസെപ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന്റെ ഫസ്റ്റ് ഇനീഷ്യൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് വീഡിയോസിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വേരിയസ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. മാത്സുമായി ബന്ധപ്പെട്ട് 10th +1 +2 ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ടോപ്പിക്കുകൾ, ബാക്കിയുള്ള ജനറൽ ടോപ്പിക്കുകളിലെല്ലാം പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ടീച്ചേഴ്സിനെ ഷെയർ ചെയ്യുക, ഫാമിലി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. ക്ലാസ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കമന്റ് സെക്ഷനിൽ പറയുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫർദർ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെ ടോപ്പിക് കൂടി കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമ്മൾ മോൾ കോൺസെപ്റ്റ് പറയുമ്പോൾ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ ഓർക്കേണ്ട കാര്യം, അവിടെ പറയുന്നത് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസിനെ പറ്റിയാണ്. ഇപ്പൊ നമ്മൾ 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് എടുത്ത് അതിന്റെ വെയിറ്റ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നതാണ് ആ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അതിന്റെ പകരം നമ്മൾ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ആണ് എടുക്കുന്നത് എങ്കിൽ അതാണ് ആ മോളിക്യൂളിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ടേക്കിംഗ് ഇറ്റ് കാർബൺ, നമ്മൾ കാർബൺ എടുത്താൽ 12 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ 12 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റംസ് ഉണ്ട്. കാർബൺ ആറ്റംസ് ഉണ്ട്. ദാറ്റ് മീൻസ് വാട്ട് യു കൻ അണ്ടർസ്റ്റാൻഡ്, 6.022 10⁻23 എന്ന് പറയുന്ന ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് അവോഗാഡ്രോ നമ്പർ. നമ്പർ. ഈ നമ്പറിനെ വിളിക്കുന്ന മറ്റൊരു വാക്കാണ് ദറ്റ് ഈസ് കോൾഡ് 1 മോൾ. സോ എന്ത് പറയാം, when you are considering 12 gram of carbon, it contains 1 mole of carbon atoms. അതിനുള്ളിൽ 1 മോള് കാർബൺ ആറ്റംസ് ഉണ്ട്. അല്ലെങ്കിൽ 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റം ഉണ്ട്. 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റംസിന്റെ വെയിറ്റിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് കോൾഡ് അറ്റോമിക് മാസ് ഓഫ് കാർബൺ. ദാറ്റ് ഈസ് കോൾഡ് അറ്റോമിക് മാസ് ഓഫ് കാർബൺ. നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിനെ ഒന്നുകൂടെ വിളിക്കും ദാറ്റ് ഈസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ. ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ. അതായത് ഇഫ് യു ആർ റൈറ്റിംഗ് 1 GAM ഓഫ് കാർബൺ എന്ന് പറയുന്നത് 12 ഗ്രാം ആണ്. ദ സെയിം വേ ഇഫ് യു ആർ റൈറ്റിംഗ് 1 GAM ഓഫ് ഓക്സിജൻ, 1 GAM ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. അതുപോലെ 1 GAM ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് 14 ഗ്രാം ആണ്. ബട്ട് വാട്ട് ഈസ് ദ സിമിലാരിറ്റി? ഇതിനകത്തെല്ലാമുള്ള ആറ്റത്തിന്റെ എണ്ണം സെയിം ആയിരിക്കും. അതായത് 1 GAM ഓഫ് കാർബൺ, അതായത് 12 ഗ്രാം ഓഫ് കാർബൺ എന്ന് പറയുന്നതിനകത്തും 1 GAM ഓഫ് ഓക്സിജൻ അല്ലെ 16 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നതിനകത്തും 1 GAM ഓഫ് നൈട്രജൻ അല്ലെ 14 ഗ്രാം ഓഫ് നൈട്രജൻ എന്ന് പറയുന്നതിനകത്തും ഉള്ള ആറ്റങ്ങളുടെ എണ്ണം സെയിം ആയിരിക്കും. ദർ വിൽ ബി 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ്. അല്ല, ഇതിനെ വിളിക്കുന്ന പേരാണ് there is 1 mole of atoms. It is called 1 mole of atoms. ഇത് വിട്ട് നമ്മളൊരു മോളിക്യൂൾസിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ എടുക്കുകയാണ് കാർബൺ ഡയോക്സൈഡ്. ഒരു മോൾ കാർബണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 12, ഓക്സിജൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 32 പ്ലസ് 12 44 ഗ്രാം. ഈ 44 ഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വെയിറ്റ് ഓഫ് 1 മോൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ. ഒരു മോള് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളിന്റെ വെയിറ്റ് ആണ് 44 ഗ്രാം. അതായത് ഇറ്റ് ഈസ് ദ വെയിറ്റ് ഓഫ് 6.022 ഇൻറ്റു 10⁻23 കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ. ക്ലിയർ? അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ദിസ് ഇസ് കോൾഡ് ഗ്രാം മോളിക്കുലർ മാസ്, ഓർ ദിസ് ഇസ് കോൾഡ് മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. നമ്മൾ ഇതിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കും ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ക്ലിയർ? നേരെ മറിച്ച് നമുക്കിപ്പോ 88 ഗ്രാം കാർബൺ ഡയോക്സൈഡ് ഉണ്ടെങ്കിൽ അതിൽ എത്ര മോൾ ഉണ്ടെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കും. ഒരു മോൾ എന്ന് പറയുന്നതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ആണ്. അപ്പൊ 1 മോളിന്റെ വെയിറ്റ് മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് 44 ഗ്രാം ആണെങ്കിൽ 88 ഗ്രാമിനകത്ത് എത്ര മോൾ ഉണ്ടാവും? 88 ഡിവൈഡഡ് ബൈ 44 ഈക്വൽ ടു 2 മോൾ. നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാം? We can generate number of moles will be equal to given mass divided by molecular mass.
ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 മോളിക്കൂൾ. ഇപ്പൊ 2 മോൾ എന്ന് പറയുമ്പോൾ 6.022 ഇൻറ്റു 10⁻23 മൾട്ടിപ്ലൈഡ് ബൈ 2 നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഇതെന്ന് പറയുന്നത് 2 GM 2 ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ക്ലിയർ? അതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 2 നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഫൈൻ. ഇനി അത് ആറ്റങ്ങളുടെ എണ്ണം നോക്കുവാണെങ്കിൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ 3 ആറ്റം ഉണ്ട്. കാരണം ഒരു കാർബൺ 2 ഓക്സിജൻ. അപ്പൊ ഇത്രയും മോളിക്യൂളിൽ മൊത്തം എത്ര എണ്ണം ഉണ്ടാവും? 3 ഇൻറ്റു 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 കാർബൺ ഡൈ ഓക്സൈഡ് 23 ആറ്റംസ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിൽ ആറ്റംസ് ഉണ്ടായിരിക്കും. ക്ലിയർ? ഇതാണ് മോൾ കോൺസെപ്റ്റിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ മോളിക്കുലർ മാസോ അറ്റോമിക് മാസോ എടുത്താൽ അറ്റോമിക് മാസ് എടുക്കുന്നെങ്കിൽ അതിനകത്ത് 1 മോൾ ഓഫ് ആറ്റം ഉണ്ടാവും, മോളിക്കുലർ മാസ് എടുക്കുന്നെങ്കിൽ അതിനകത്ത് 1 മോൾ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഫൈൻ. നെക്സ്റ്റ് തിങ് ഈസ് കോൾഡ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ. പെർസെൻറ്റേജ് കോമ്പോസിഷനകത്ത് ഉള്ളൊരു ടേമാണ് ദാറ്റ് ഈസ് കോൾഡ് മാസ് പെർസെൻറ്റേജ്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്നത് ഒന്നിലധികം എലമെന്റുകൾ കൂടി ചേർന്നാണെങ്കിൽ ആ കോമ്പൗണ്ടിൽ ഈ സ്പെസിഫിക് എലമെന്റ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? സോ ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെന്റ് ഈസ് ഈക്വൽ ടു mass of that element in that compound, mass of that element in the compound divided by molar mass of the compound, divided by molar mass of the compound into 100. For example, നമ്മളിപ്പോൾ വാട്ടർ എടുത്താൽ വാട്ടറിന്റെ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് എന്ന് പറയുന്നത് 18 ഗ്രാം ആണ്, അല്ലെങ്കിൽ 18.02 ഗ്രാം ആണ് എക്സാക്ട് വെയിറ്റ്. സോ ഇതെന്ന് പറയുന്നത് ഒരു 1 മോൾ ഓഫ് വാട്ടർ മോളിക്യൂൾസിന്റെ വെയിറ്റ് ആണ്. ഇതിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് ഒരു ഓക്സിജനും ഉണ്ട്, 2 ഹൈഡ്രജനും ഉണ്ട്. കറക്റ്റ്? അപ്പൊ നമ്മൾ ഇതിനകത്ത് മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓക്സിജന്റെ മാസ് എത്രയാണ്? 16 ഗ്രാം. മാസ് ഓഫ് ദാറ്റ് എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട്. അത് എത്ര ഓക്സിജൻ ഉണ്ട്? 1 മോൾ ഓഫ് ഓക്സിജൻ. 1 മോൾ ഓഫ് ഓക്സിജൻ ആയിട്ട് 16 ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് 18.02 ഇൻറ്റു 100 എന്ന് പറയുന്നത് കിട്ടും 88.79% എന്ന് കിട്ടും. ഇൻ ദ സെയിം വേ നമ്മൾ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരെണ്ണത്തിന്റെ വെയിറ്റ് 1.008. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 എണ്ണം. 2 ഇൻറ്റു 1.008 ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 18.02 ഇൻറ്റു 100. സോ യു വിൽ ബി ഗെറ്റിംഗ് 11.18%. ഇങ്ങനെയാണ് നമുക്ക് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. സോ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന നമ്മളിപ്പോൾ കണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് മോളിക്കുലർ മാസ്, എന്താണ് ഗ്രാം മോളിക്കുലർ മാസ്, അറ്റോമിക് മാസ് മോളിക്കുലർ മാസ് തമ്മിലുള്ള ബന്ധം എന്ത്, അവോഗാഡ്രോ നമ്പർ എന്ത്, ഒരു സാധനത്തിന് ഒരു പർട്ടിക്കുലർ സ്പീഷീസിനകത്ത് ഡിഫറെന്റ് എലമെന്റുകൾ കൂടിച്ചേർന്ന കോമ്പൗണ്ട് ഉണ്ടായിരിക്കുവാണെങ്കിൽ ഓരോ എലമെന്റിന്റെയും മാസ് പെർസെൻറ്റേജ് എങ്ങനെയായിരിക്കും, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് എംപിരിക്കൽ ഫോർമുല, അല്ലെങ്കിൽ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ലെക്ചറിൽ കാണുന്നു. ഇതുവരെ പറഞ്ഞ എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ ക്ലാസ്സിനെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. As a token of gratitude, please like to this particular video. Please subscribe to our channel. Keep watching, keep learning. Thanks for watching. Bye.